ഈ ഒരു ഭാഗത്താണ് സിപ്പ് ലൈനിന്റെ കാര്യങ്ങളൊക്കെ വരുന്നത്. അവിടെ ഒരു ബോർഡ് ഉണ്ട്, ഈ എൻട്രൻസ് ഉണ്ട് കയറേണ്ട സിപ്പ് ലൈനിലേക്ക്. ഇവിടെയും ഗാർഡൻ ആയിട്ട് തന്നെ വെച്ചിട്ടുണ്ട്, നല്ല ഭംഗിയുണ്ട്. ഇവിടെ ഒരു കഫേക്കുള്ള സൗകര്യം ഉണ്ട്, ചായ ഇതൊക്കെ കുടിക്കാനുള്ള ഒരു ചെറിയൊരു ഗാർഡൻ ഉണ്ട്. ഇതാണ് ഇവിടെ സിപ്പ് ലൈൻ. ഇതിലെ കൂടെ ആണ് ഇങ്ങനെ പോകും കേട്ടോ. അപ്പൊ ഇതിന്റെ പ്രൈസ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് വരുന്നത്? സൈക്ലിംഗ് 200 വരുന്നുണ്ട്. സൈക്കിൾ ചവിട്ടാൻ മാത്രമേ മൂവാവുള്ളൂ. ചവിട്ടണം. പിന്നെ വേറെ എന്താ സിപ്ലൈൻ ഉണ്ട്. സിപ്ലൈൻ എത്ര ചാർജ് ചെയ്തിട്ടുണ്ട്? 100 രൂപ. പിന്നെ വേറെ സൈക്കിൾ സിപ്ലൈൻ ആണ് അഡ്വഞ്ചർ ആക്ടിവിറ്റി ആയിട്ടുള്ളത്. അതൊക്കെ എത്ര വരുന്നത്? അതിന് 100 രൂപ. 100 രൂപ. പിന്നെ ഫിക്സ് കാർ 100. എത്ര ടൈം? അതിപ്പോ ടൈമില്ല, 3 റൗണ്ട് ഉണ്ടാവും. എത്ര കിലോമീറ്റർ ഉണ്ട്? 29 കിലോമീറ്റർ. ഊഞ്ഞാലൊക്കെ ഉണ്ട് ആടി കളിക്കാൻ. വെറുതാ സൈക്ലിംഗ്. എന്തിനാ പോകുന്നത്? സൈക്ലിംഗാ? സിപ്ലൈനാ? സിപ്ലൈൻ. അതാ ഇവരൊക്കെ സിപ്ലൈൻ പോകുന്നുണ്ട്. ഞാനിപ്പം സിപ്ലൈന് കയറാൻ പോവാണ്. എങ്ങനെ ഉണ്ട് നോക്കാം. ചില ടേംസ് ആൻഡ് കണ്ടീഷൻ ഒക്കെ ഉണ്ട്. അങ്ങനെ ഈ സ്റ്റെപ്പ് കയറണം. വിവിധ ആൾക്കാർ സിപ്ലൈനൊക്കെ പല ഭാഗത്തും വന്നതാണ്. അതുകൊണ്ട് പ്രത്യേകിച്ച് വീഡിയോ ഒന്നും എടുക്കുന്ന ആവശ്യമില്ല അല്ലേ? അങ്ങനെ ഇപ്പൊ ആ കവറിന്റെ അടുത്ത് ടോപ്പിലൊക്കെ ഉണ്ട്. ഇവിടെ നിന്നൊരു കാഴ്ച നല്ല അടിപൊളി വ്യൂ ആണ്. ഇവിടെ പേടിയൊക്കെ തുടങ്ങിയില്ല. കാര്യമായിട്ട് ഇൻസ്ട്രക്ഷനൊന്നും കൊടുക്കുന്നില്ല അല്ലേ? ഉണ്ടോ? ഇങ്ങനാണ് ലോക്ക് ഇങ്ങനെ വരുന്നത്. ഇതിങ്ങനെ ടൈം എങ്ങനെ വരുന്നത്? റൗണ്ടാണ് അല്ലേ? എത്തുന്ന അത്ര ഉള്ളൂ. വെയിറ്റിനനുസരിച്ചിട്ടല്ലേ? അവിടെ നിന്ന് ഇങ്ങോട്ട് റിട്ടേൺ വരും അല്ലേ? അങ്ങനല്ലേ? റിട്ടേൺ 1 വേ ഉള്ളു അല്ലേ? ഓക്കെ. അപ്പം ഇവിടെ ഒരാള് പേടിയുണ്ടോ? ചെറിയ പേടിയുണ്ട് അല്ലേ? പേടിക്കാനൊന്നുമില്ല, ഇത്രയും ആൾക്കാർ പോകുന്നല്ലേ. അവിടെ ഒരാൾ സിപ്പ് ലൈനിൽ പോകുന്നുണ്ട്. സിപ്പ് ലൈനോ സൈക്കിൾ? അത് സിപ്പ് ലൈൻ. സൈക്കിൾ എവിടെ ഉള്ളത്? മുകളില്. ഇതിന് മേലെ പോകണ്ട അല്ലേ? മുകളിലോട്ടൊന്ന് പൊട്ടി കൊടുക്കുക. കൈ പിടിക്കുന്നത് ഈ ഇത് പിടിക്കുക, അല്ലെങ്കിൽ കൈ വെടിഞ്ഞു വിടാം. പിടിക്കുന്ന കാര്യമൊന്നുമില്ല. എടുത്തോട്ടാ ശരിക്ക് അങ്ങനെ ഒരു കാറ്റൊക്കെ പ്രതീക്ഷിക്കാം. ഊന്നുള്ള പുറത്തേക്ക് തൂക്കിട്ടോ താഴെ കൈവിട്ട് കൈവിട്ട് ഫ്രീ ആയി പോവാട്ടോ. നമുക്ക് സൈക്ലിങ്ങിന് നോക്കാം.
അപ്പൊ നേരെ സൈക്കിളാണ്. സൈക്കിളിന്റെ നോക്കാം എങ്ങനെയുണ്ട്. സൈക്കിള് ചവിട്ടണോ അല്ലേ? പെഡല് ചെയ്താലേ സാധനം പോവുള്ളൂ. ഓക്കെ, അപ്പൊ ഇതാണ് സൈക്ലിങ്. അവിടെ ഒരാൾ പോകുന്നുണ്ട്. സൈക്ലിങ് അല്ലേ? അപ്പോ സൈക്ലിങ് സ്കൈ സ്കൈ എന്ന് പറയുന്ന ആകാശ സൈക്കിൾ. അപ്പോ ഇത് രണ്ട് കൈ വിട്ടാലൊന്നും പ്രശ്നമില്ല അല്ലേ? കുഴപ്പമില്ല. ഓക്കെ, പെഡല് ചവിട്ടുന്ന അനുസരിച്ച് ഇത് മൂവ് ചെയ്യുള്ളൂ. ഒരുപാട് ആൾക്കാർക്ക് അറിയുന്ന വിഷയം കൊണ്ട് ഇല്ലേ, ബാലൻസ് ആണ് ഇല്ലേ? ആയിട്ടില്ല. അപ്പൊ ആയിട്ടില്ല എന്നാ പറയുന്നത്. ബെൽറ്റ് വേണോ അല്ലേ? സംഭവം ബെൽറ്റാണ് യൂസ് ചെയ്യുന്നത് അല്ലേ? അപ്പം ഞാൻ ബെൽറ്റ് ഇട്ടിട്ടുണ്ട്. ഇതാണ് അവരെ. ഇതിന് ഒരു അങ്ങനെ പൊട്ടി വീഴ അങ്ങനെ ഒരു പ്രശ്നങ്ങളൊന്നും ഇതുവരെ ഉണ്ടായില്ലല്ലോ അല്ലേ? അപ്പം വളരെ ധൈര്യമായിട്ട് കയറി യാത്ര ചെയ്യാൻ പറ്റിയ ഒരു സംഭവം തന്നെയാണ്. സേഫ്റ്റി ബെൽറ്റ് ഉണ്ട് അല്ലേ? ഓക്കെ. ഇനിയിപ്പോ അഥവാ സൈക്കിൾ മിസ്സാവാണെങ്കിൽ ഞങ്ങൾ അവിടെ തൂങ്ങിക്കും, അങ്ങനല്ലേ? ഞാൻ പറഞ്ഞുതരാം. ഒരു കാര്യം വെച്ചാൽ പോകുമ്പോ ഈ മോളിൽ ഹാൻഡ് പിടിക്കാൻ പാടില്ല. അത് പിടിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ ഈ സാധനം നമ്മുടെ മേലെ കീറുന്നു, കൈ കീറും, കമ്പിയാണല്ലോ. കൈ വരലെ പൊടിയാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇത് കയറി പിടിക്കാൻ പാടില്ല. നമുക്ക് ഈ ഹാൻഡിൽ പിടിക്കാം, ഇതിലും പിടിക്കും. ഇപ്പൊ പിടിക്കുന്നത് നിർബന്ധമല്ല, രണ്ട് കൈ മീറ്റർ ഫ്രീ ആവാ. സൈക്കിൾ ബാലൻസ് ചെയ്യണ്ട. സൈക്കിൾ ബാലൻസിന്റെ ആവശ്യമില്ല. ഓൾറെഡി സൈക്കിൾ ബാലൻസ്ഡ് ആണ്. ഓക്കെ, അപ്പൊ അത് ആ പേടി വേണ്ട. അപ്പൊ നമ്മൾ ചവിട്ടി കൊടുക്കാൻ മാത്രമേ ഉള്ളൂ ഞങ്ങളുടെ ഡ്യൂട്ടി. ചവിട്ടി കൊടുത്താൽ മാത്രം മതി. ഒരു മീഡിയം സ്പീഡിൽ ചവിട്ടുക. അങ്ങോട്ട് ഇടിച്ചു കയറാൻ പറ്റും. ഈ ടവറിൽ തിരിച്ചു വരുമ്പോ ഇവിടെയും ഇടിച്ചു കയറാൻ പാടില്ല. അങ്ങനെ ഒരു മീഡിയം സ്പീഡിൽ ഓക്കെ. ടൈറ്റിൽ പിടിക്കുന്നില്ല, നോർമലായി പിടിച്ചാൽ മതി. ഈ റോപ്പ് തെന്നാറില്ല. അഥവാ എന്തെങ്കിലും കാരണത്താൽ ചെയിൻ ലൂസായി അഴുകിയേ അങ്ങനെ തന്നെ ചെയ്താൽ നിങ്ങൾ അതിൽ ഹാങ് ആയി നിൽക്കും, വീഴത്തില്ല. ഞങ്ങൾ വന്ന് താഴെ റെസ്ക്യൂ ചെയ്ത് ഇറക്കും. പിന്നെ പോകുന്നത് ഞങ്ങൾ വാച്ച് ചെയ്തുകൊണ്ടായിരിക്കും. തിരിച്ചു വരുന്നവരെയും ഞങ്ങളുടെ കണ്ണ് അവിടെ തന്നെ ഉണ്ടാവും. അഥവാ വീഴുകയാണെങ്കിൽ ഞങ്ങൾ ആ സ്പോട്ടിൽ എത്തും. സ്റ്റാർട്ടിങ് ഒരു പ്രശ്നമുണ്ടല്ലോ, അത് തന്നെ ഓക്കെ. ഞങ്ങൾ യാത്ര സ്റ്റാർട്ട് ചെയ്ത് അങ്ങനെ ഞാൻ യാത്ര തുടങ്ങിട്ടോ. അങ്ങനെ എന്റെ ജീവിതത്തില് ആദ്യമായിട്ടുള്ള സൈക്ലിംഗ് ആണ്. ഹാൻഡ് പിടിക്കണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഹാൻഡ് പിടിക്കാത്തത്. പക്ഷെ അധികം താഴോട്ട് എനിക്ക് ആൾക്കാർ നോക്കിക്കഴിഞ്ഞാൽ പേടിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ താഴോട്ട് നോക്കണ്ട. സൈക്കിളിൽ ഇങ്ങനെ ചവിട്ടിക്കൊണ്ടിരിക്കാൻ ഇവിടെ ആളെത്തിക്കുന്നത് ജസ്റ്റ് ഒരു 2-3 മിനിറ്റ് ഇല്ലേ? 2-3 മിനിറ്റേ ഉള്ളൂ. ഓക്കെയാണ്. സെൽഫി എടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ MD എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോ അങ്ങോട്ട് തന്നെ റിട്ടേൺ പോവാ. ഓക്കെ. വീഡിയോ എടുക്കാൻ പറ്റുമോ? കേറട്ടെ. അങ്ങനെ ഞാൻ രണ്ടാമത്തെ യാത്ര ഈ കൈ പിടിച്ചിട്ടാക്കാം യാത്ര. പോട്ടെ.
ഞാനിപ്പോ സിപ്പ് ലൈനിൽ കറങ്ങി യാത്ര ചെയ്തു. അതിൽ കുറച്ച് റൊട്ടേഷൻ നടന്നിരുന്നു, പക്ഷെ അത് പേടിക്കാനൊന്നുമില്ല. റൊട്ടേഷൻ ഉണ്ടാവും അല്ലേ, സാധാരണ ഉണ്ടാവുന്നല്ലേ, അപ്പൊ ഉണ്ടാവും. പിന്നെ അത് മാത്രമല്ല, പോക്കറ്റിൽ എന്തെങ്കിലും മൊബൈൽ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പോക്കറ്റിൽ നിന്ന് മാറ്റി വെക്കണം. അല്ലെങ്കിൽ എനിക്കിപ്പോ സംഭവിച്ച എന്റെ സാധനം പോയി, പക്ഷെ തിരിച്ചു കിട്ടി എന്തോ ഭാഗ്യം കൊണ്ട്. അപ്പൊ എല്ലാവരും ശ്രദ്ധിക്കുക. എന്തെങ്കിലും അസുഖങ്ങളുള്ളവർക്ക് എന്താ ഇൻസ്ട്രക്ഷൻ ഉണ്ടോ? പ്രഗ്നൻസി അറ്റാക്ക് ഉള്ള ആൾക്കാർ അങ്ങനത്തെ അവരൊന്നും കയറാൻ നിൽക്കണ്ട. പിന്നെ അത്രയും ധൈര്യം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഒന്ന് നോക്കാം, അത്രേ ഉള്ളൂ. അത് ഇവിടുത്തെ കമ്പനി അതിന്റെ ഉത്തരവാദിത്തം അല്ലേ ഉണ്ടായിരിക്കുന്നതല്ല, നിങ്ങൾ സ്വയം ഇഷ്ടത്തിന് ചെയ്യാം. മലമ്പുഴ ഡാമിലൊക്കെയാണ് കേരളത്തിൽ നിന്നും ഒരുവിധം നമ്മളെ കോഴിക്കോട് ഭാഗത്ത് മലബാർ ഏരിയയിൽ നിന്നൊക്കെ വരുന്നത്. പക്ഷെ ഇനി ഒന്ന് വേണമെങ്കിൽ പോത്തുണ്ടി ഡാം നെല്ലിയാമ്പതി ഇവിടെ തൊട്ടടുത്തുണ്ടാകുന്ന ഒരു 21 കിലോമീറ്റർ ഉള്ളൂ. അപ്പൊ എല്ലാവരും ഒന്ന് വന്നു കഴിഞ്ഞാൽ 2 ഗുണങ്ങളുണ്ട്. അപ്പോൾ ഓക്കെ, മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.